إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായി കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിനമായ പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത, എപ്പോഴും എന്നുമുള്ള ഉറ്റാലോചന നമുക്കിടയിൽ സദാ ഉണ്ടാകണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു ആയത്തും അതിൻ്റെ വിശദീകരണവുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മിമ്പർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ-ളൻ, നിങ്ങൾ ഊഹങ്ങളിൽ അധികം വെടിയണം. ഇന്ന ബഅദ-ളന്നി ഇസ്മ, തീർച്ചയായും ചില ഊഹങ്ങൾ എന്ന് പറയുന്നത് അത് പാപങ്ങളാണ്. വലാ തജസ്സസു, നിങ്ങൾ ചാരവൃത്തി നടത്തരുത്. വലാ യഗ്തബ് ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ മറ്റു ചിലരെ കുറിച്ച് ദുഷിച്ചു പറയുകയും ചെയ്യരുത്. അയ്യുഹിബ്ബു അഹദുകും അയകുല ലമാ അഖീഹി മൈത, നിങ്ങളുടെ സഹോദരന്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? പച്ച മാംസം നിങ്ങൾ ഭക്ഷിക്കാൻ, അല്ലെങ്കിൽ ഒരു മരണപ്പെട്ട സഹോദരന്റെ ഇറച്ചി തിന്നാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? ഫകരഹ്തുമു, നിങ്ങൾ അതിനെ വെറുക്കുകയല്ലേ ചെയ്യുക. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാനിധിയാണ്, കാരുണ്യവാനാണ്, പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്. അപ്പോൾ വിശ്വാസികളെ വിളിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ അധിക ഊഹങ്ങളും പിടിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വളൻ, തീർച്ചയായും നിങ്ങൾ ഊഹങ്ങൾ പിടിക്കണം. ഫഇന്നൽ-ളന്ന അക്സബുൽ ഹദീസ്, ഊഹങ്ങൾ എന്ന് പറയുന്നത് അത് വ്യാജ വർത്താനമാണ്, ഇല്ലാത്ത കഥകളാണ്, നമ്മുടെ മനസ്സിൽ വേണ്ടാത്ത തോന്നലുണ്ടാക്കുന്നതാണ്. ഭാര്യമാരോട്, മക്കളോട്, ഭർത്താക്കന്മാരോട്, അയൽവാസികളോട്, നമ്മൾ ഇടപെടുന്ന സഹോദരന്മാരോട്, അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരോട് നമുക്കുണ്ടാകുന്ന ഊഹം എന്ന് പറയുന്നത് അതൊക്കെ വ്യാജ വർത്താനമാണ്, അതൊക്കെ നമുക്കുണ്ടാകുന്ന ഒരു തോന്നലുകളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പരമാവധി ഉപേക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. സഹോദരൻ, ഊഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദിക്കേണ്ട എന്ന് മാത്രമല്ല, നമുക്ക് വാജിബായ നിർബന്ധമായ ഊഹങ്ങളുണ്ട്. ഇപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഊഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സൽവിചാരം അല്ലാഹുവിനോട് വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നിർബന്ധമാണ്. അല്ലാഹുവിനെതിരെ ഏതെങ്കിലും ഒരു ദുർവിചാരം, എന്തെങ്കിലും മോശമായ വിചാരം നമ്മളിൽ നിന്ന് ഉണ്ടാകുക എന്നത് അത് മൻഹിയാണ്, ഹറാമാണ്, പാടില്ലാത്തതാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കുണ്ടാകേണ്ട ഊഹം എന്താണ്? അത് സൽവിചാരമാണ്. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർചിന്ത നമുക്കുണ്ടാക്കാൻ പാടില്ല, അത് ഹറാമാണ്. എന്നതുപോലെയാണ് സത്യവിശ്വാസികൾ, ഇസ്ലാമിക അദാലത്ത് വ്യക്തമായ വിശ്വാസികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകേണ്ട ഊഹം എന്ന് പറഞ്ഞാൽ അതെന്താണ്?
അത് അനുവദിക്കപ്പെട്ട അല്ലെങ്കിൽ മറ്റു തരത്തിൽ പാടില്ലാത്ത ഊഹങ്ങളാണ്. ഏതെങ്കിലും തരത്തിൽ മോശം ഊഹം തൻ്റെ സഹോദരനെ വെച്ച് വലിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഹറാമാണ്, പാടില്ലാത്താണ്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ, ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഈ ഊഹങ്ങളെ പറ്റി വ്യക്തമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ഊഹം എന്ന് പറഞ്ഞാൽ ശറയിൽ നിർബന്ധം വാജിബായ ഊഹം, മന്ദൂബായ എന്ന് പറഞ്ഞാൽ പ്രതിഫലാർഹമായ ഊഹം, ഹറാമായ ഊഹം എന്ന് പറഞ്ഞാൽ പാടില്ലാത്ത ഊഹം, മുബാഹായ ഊഹം എന്ന് പറഞ്ഞാൽ അനുവദനീയമായ ഊഹം എന്നൊക്കെയുണ്ട് എന്ന് പണ്ഡിതന്മാർ അതിനെ വേർതിരിച്ച് കാണാൻ വേണ്ടി സാധിക്കും. അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ സൽവിചാരം അതെന്താണ്? അത് നമുക്ക് നിർബന്ധമാണ്, നിർബന്ധമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ വിചാരം എന്ന് പറയുന്നത് അതെന്താണ്? അത് നമുക്ക് ഹറാമായ ഊഹമാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും സത്യവിശ്വാസികളെ കുറിച്ച് മുസ്ലിമുകളിൽ അദാലത്ത് പ്രകടമായവരെ കുറിച്ച്, നിസ്കരിക്കുന്ന മുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളുള്ള അവരെ കുറിച്ച് ദുർവിചാരം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹറാമായ സംഗതികളാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ സൽവിചാരം വെച്ച് പുലർത്തിക്കൊണ്ടല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കാനിടയാക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് നമ്മൾക്ക് എപ്പോഴും എന്തായിരിക്കണം? അത് ഉസ്രം തന്നെ ആയിരിക്കണം, സൽവിചാരമായിരിക്കണം. എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്കറിയില്ല. ചിലപ്പോൾ രോഗശീലിൽ കിടക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ആ സന്ദർഭത്തിൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കേണ്ട, നമ്മളുടെ മനസ്സിലുണ്ടാക്കേണ്ട വിചാരം എന്തായിരിക്കണം? അത് സൽവിചാരമായിരിക്കണം. അങ്ങനെയല്ലാതെ നിങ്ങളിൽ ഒരാളും മരിക്കാൻ ഇടയാക്കരുത് എന്നാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു പള്ളിയിൽ ഇങ്ങനെ മസ്ജിദുൻ നബിയിൽ ഇഅ്തികാഫിരിക്കെ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ വന്ന് സംസാരിക്കുകയായിരുന്നു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക്. അപ്പോൾ രണ്ട് സഹാബികൾ, അൻസാരിയിൽപ്പെട്ട സഹാബികൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയെ അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന കണ്ട ആ അൻസാരികൾപ്പെട്ട സഹാബികൾ എന്താക്കി? അവരുടെ നടത്തത്തിന്റെ വേഗത കൂട്ടി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചു, ഇങ്ങോട്ട് വാ, ഇന്നഹാ സഫിയത്തു ബിൻതു ഹുയൈ, ഇത് ഹുയൈന്റെ മകൾ സഫിയയാണ് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയാണ്. അപ്പൊ സഹാബികൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ നിങ്ങളെ കുറിച്ച് ദുർവിചാരം വെക്കുമോ എന്ന അർത്ഥത്തിൽ അവർ തസ്ബീഹ് ചൊല്ലി. അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ എന്താണ് ഇതൊക്കെ വിശദീകരിക്കുന്നത്? നമ്മൾ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുമോ? അപ്പോൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്താന യജ്രി മിനൽ ഇൻസാനി മജ്റദം വ ഇന്നി ഖശീതു അൻ യക്സിഫ ഫീ ഖുലൂബികുമ സൂഅ എന്ന് പറഞ്ഞ ശൈത്താൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്തം ചലിക്കുന്ന ചലനമാണ് നടത്തുക. തീർച്ചയായും അവൻ ശൈത്താൻ നിങ്ങളുടെ ഹൃദയത്തിൽ മോശമായി വല്ലതും ഇട്ടേക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. ഈ സംസാരിക്കുന്ന സ്ത്രീയെ കുറിച്ച് നിങ്ങൾ മോശമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചേക്കുമോ എന്ന് ഞാൻ ഭയക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർക്ക് ഒരു തരത്തിലും മോശമായ ചിന്ത ഉണ്ടാകാൻ പാടുള്ളതല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ എന്താണ്? അവരുടെ പരലോകം അപകടത്തിലാണ്. അതുകൊണ്ടാണ് സഹോദരന്മാരെ വ്യക്തമായ നിർവചനങ്ങൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടു. ഇപ്പൊ മുനാഫിക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൈദ് യഖൂലുൽ മുനാഫിഖൂന വല്ലദീന ഫീ ഖുലൂബിഹിം മറദ്, തീർച്ചയായും മുനാഫിക്കുകൾ, കപടവിശ്വാസികൾ, മുസ്ലിങ്ങളിൽപ്പെട്ട കപടന്മാർ, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ, അവർ പറയും, മാ വഅദന അല്ലാഹു വ റസൂലുഹു ഇല്ലാ ഗുറൂറ, അള്ളാഹും അവന്റെ പ്രവാചകനും ചതി മാത്രമാണ് ഞങ്ങളോട് ചെയ്യുന്നത്, വഞ്ചന മാത്രമാണ് ഞങ്ങളോട് ചെയ്യുന്നത്. ആരായി പറയുന്നത്? മുസ്ലിങ്ങളിൽ കൂട്ട കപടന്മാർ, മുസ്ലിങ്ങളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്ന് ഷഹാദത്ത് ചൊല്ലിയവർ ചില സന്ദർഭങ്ങളിൽ എന്ത് പറയുന്നു? അള്ളാഹും അവന്റെ പ്രവാചകനും നമ്മളോട് വഞ്ചന മാത്രമാണ് ചെയ്യുന്നത്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താ അറിയാം? ഖന്തക്കിലെ മുസ്ലിം സൈന്യം ഏറെ പ്രയാസകരമായ അവസ്ഥയുണ്ടായി. 10,000 വരുന്ന ശത്രുസേന മുസ്ലിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിക്കാനെന്നോണം മദീനയുടെ ഒരു ഭാഗത്ത് നിലയുറപ്പിച്ചപ്പോൾ അത് മുസ്ലിങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടാക്കി. അവർ കിടുകിട വിറച്ചു. അവരുടെ ഹൃദയങ്ങൾ ചങ്കിലേക്ക് ഉയർന്നുകൊണ്ട് ഭീതിജനമായ അവസ്ഥ അവർക്കുണ്ടായി. അപ്പൊ കപടന്മാർ അവർപ്പോൾ തല ഉയർത്തി വന്നു. അവർ പറഞ്ഞു, ഇന്ന മുഹമ്മദൻ കാന യഈദൂന അൻ നഅഖുദ ഖുനൂദ കിസ്റ വ കൈസർ, മുഹമ്മദ് വാഗ്ദാനം ചെയ്യാറുണ്ടല്ലോ, നമ്മൾ കിസ്രിയും കൈസറിലേക്ക് ഖജനാവുള്ള അനന്തരമെടുക്കുമെന്ന്.
നമുക്ക് ഇപ്പോൾ നമ്മളിൽ ഒരാൾക്ക് ബാത്റൂമിൽ പോലും അതായത് മലമൂത്ര വിസർജനത്തിന് പോലും പുറത്തിറങ്ങാൻ പറ്റുന്ന അവസ്ഥയിലാണല്ലോ നമ്മൾ ഉള്ളത്. ഇതെന്താണ് ഈ മുഹമ്മദിന്റെ വാക്ക്? അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കുന്നത്, ഹൃദയങ്ങളിൽ രോഗമുള്ളവർ അവരെന്താണ്, അവർ പ്രവാചകനെ കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് അതാണ് വെച്ച് പുലർത്തുക. അവിടെ ഉസ്നത്ത് തന്നെ അല്ല വെച്ച് പുലർത്തുക. അങ്ങനെ കിടുകിട വർപ്പിക്കപ്പെട്ടപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഇസ്തറൗറാതിന, പ്രാർത്ഥിച്ചോളൂ, അല്ലാഹുവേ നീ ഞങ്ങളുടെ നഗ്നത മറക്കണമേ, വാമിൻ റൗആതിന, ഞങ്ങളെ ഭയപ്പാടിൽ നിന്ന് നീ നിർഭയം നൽകണമേ, നമ്മളെ ഭയപ്പാടിൽ നിന്ന് നീ നിർഭയം നൽകണമേ. അതായത് സത്യവിശ്വാസിക്ക് ഏത് അവസ്ഥയിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എല്ലായ്പ്പോഴും അള്ളാഹുവിനെ കുറിച്ച് ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സദ്വിചാരത്തിലായിരിക്കും, നല്ല വിചാരത്തിലായിരിക്കും. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട 2 കുട്ടികൾ നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞേ? അദ്ദേഹം പറയുകയാണ്, അസല്ലാഹു അയ്യഅതിയനി ബിഹിം ജമിയ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാവരും എന്നിൽ എത്തിക്കും, അവൻ സർവജ്ഞനും യുക്തിമാനുമാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് സൽവിചാരം അത് വെച്ചുപെടുത്തുകയാണ്. എന്താ ഖുർആൻ പറഞ്ഞറിയോ? വതവല്ല അൻഹും വഖാല യാ അസഫ അലാ യൂസുഫ് വബിയദ്ദത ഐനാഹു മിനൽ ഹുസ്നി ഫഹുവ കലീം. അദ്ദേഹം യൂസുഫിന്റെ കാര്യം എത്ര സങ്കടകരമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ മക്കളിൽ നിന്ന് മാറി. എന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തുപോയി എന്ന കരഞ്ഞ് നഷ്ടപ്പെട്ട യൂസുഫിനെ ഓർത്ത്, ബിന്യാമിനെ ഓർത്ത് അത്രമാത്രം അദ്ദേഹത്തിന് സങ്കടം ഉണ്ടായി, മക്കളെ നഷ്ടപ്പെട്ടതോർത്ത്. പക്ഷെ ആ സന്ദർഭത്തിൽ പോലും അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം വെച്ചുപുലർത്തുന്ന വിചാരം എന്താണ്? തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ 2 പേരെയും മുഴുവൻ പേരെയും എന്റെ അടുക്കൽ എത്തിക്കുക തന്നെ ചെയ്യുമെന്നാണ്. ഇതാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. എന്നാൽ കപടന്മാരോ നേരെ വിപരീതമാണ്. ഇപ്പൊ ഹുനൈൻ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധസ്വത്ത് വീതം വെക്കുകയാണ്, ഗനീമത്ത് ഓഹരി വീതം വെക്കുകയാണ്. അപ്പൊ പുതുതായി ഇസ്ലാമിലേക്ക് വന്ന ആളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകർഷിക്കാൻ വേണ്ടി യുദ്ധസ്വത്തിന്റെ വിഹിതം കൂടുതലായി അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരാൾ ഇങ്ങനെ കണ്ടു, ഹൃദയത്തിൽ രോഗമുള്ള, സംശയത്തിൽ ആളുകളെ നോക്കിക്കാണുന്ന, എല്ലാ മൂഹത്തിൽ കെട്ടിബന്ധിക്കുന്ന ചിലർ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് പറഞ്ഞു, എഴുതിൽ യാ മുഹമ്മദ്, ഹേ മുഹമ്മദേ നിങ്ങൾ നീതി പാലിക്കണം. നിങ്ങൾ നീതി പാലിച്ചിട്ടില്ല. ഇത് അള്ളാഹുവിന്റെ വജീഹാംശമുള്ള വീതം വെക്കലൊന്നല്ല, ഇത് ശരിയല്ല, ഈ പരിപാടി ശരിയല്ല എന്ന് പറഞ്ഞു. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതായത് ഹൃദയം ഏറെ ചെളികെട്ടിയ വർത്തമാനം. അള്ളാഹുവിന്റെ റസൂലിനോട് ഇவ்விதം വിചാരം വെച്ച് പുലർത്തുന്നെന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദുർവിചാരമാണ്, അത് ഹറാമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഒപ്പം മുസ്ലിങ്ങളിൽ അദാലത്ത് പ്രകടമായ ദീനീ നിഷ്ഠയും ദീനീ സ്വഭാവവും പ്രകടമായ ആളുകളെ കുറിച്ച് ദുർവിചാരം വെച്ച് പുലർത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മൻഹിയാണ്, ഹറാമാണ്, മുഹറമാണ്, വിരോധിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞു, ഇയ്യാകും വവന്ന്, നിങ്ങൾ ഊഹങ്ങളെ സൂക്ഷിക്കണം. അത് വ്യാജ വർത്തമാനമാണ്. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞ യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ വന്ന്, നിങ്ങൾ ഊഹങ്ങളിൽ അധികവും വർജിക്കണം, അത് പാപമാണ്. സഹോദരന്മാർ എങ്ങനെയായിരിക്കണം? മുസ്ലിങ്ങളിൽ അദാലത്ത് വ്യക്തമായ, മുസ്ലിങ്ങളുടെ ചിഹ്നമുള്ള, നിസ്കരിക്കുന്ന ഒരു സഹോദരനെ കുറിച്ച്, സഹോദരിയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, മക്കളെ കുറിച്ച് നമ്മൾ വെച്ച് പുലർത്തേണ്ട വിചാരം എന്തായിരിക്കണം? അതും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഉമ്മനിൽ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കപ്പെട്ടു, വളരെയധികം മോശമായ അപവാദം. ആരെക്കുറിച്ച്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഭാര്യ, നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ ആയത്ത് എന്താ? ലൗലാ ഇദ് സമഅ്തുമു വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാതി ബിഅൻഫുസിഹിം ഖൈറാ വഖാലു ഹാദാ ഇഫ്കും മുബീൻ. ഈ അപവാദ വാർത്ത കേട്ടപ്പോൾ സത്യവിശ്വാസികളും വിശ്വാസിനികളും തങ്ങളുടെ സ്വന്തം ആളുകളെ കുറിച്ച് എന്തുകൊണ്ട് നന്മ വിചാരിച്ചില്ല? ഇത് വ്യക്തമായ നുണയാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പൊ നമ്മളെപ്പോഴും പള്ളിയിൽ കാണുന്ന ഒരു സുഹൃത്തിനെ കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞു. അപ്പൊ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരം എന്താ? അങ്ങനെ സംഭവിക്കരുതേ അല്ലാഹുവേ, ഈ കേട്ടത് വ്യാജമായിരിക്കണം.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മോശമായ വർത്തമാനം പ്രചരിപ്പിച്ചപ്പോൾ സത്യവിശ്വാസികളും വിശ്വാസിനികളും അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇത് മോശമായ വർത്തമാനമാണ് എന്ന് പറയുക മാത്രമല്ല, നന്മയുടെ ആൾക്കാരെ കുറിച്ച്, യഥാർത്ഥ വിശ്വാസിനികളെ കുറിച്ച് അവരെന്തുകൊണ്ട് നന്മ വിചാരിച്ചില്ല എന്നാണ്. സഹോദരൻ, ഇതിന്റെ മഹത്തായ ഒരു ഉദാഹരണം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉമ്മു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹയും നടത്തിയ സംഭാഷണത്തെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അബൂ അയ്യൂബ് ചോദിക്കുന്നുണ്ട് ഭാര്യയോട്, അല്ല മഹ്ദി, എന്റെ സ്ഥാനത്ത്, ആയിഷയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ അങ്ങനെ ചെയ്യും? അപ്പൊ ഉമ്മ അയ്യോ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് സഫ്വാന്റെ സ്ഥാനത്ത്, സഫ്വാൻ ബിൻ മുഅത്തലിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, നിങ്ങളങ്ങനെ ചെയ്യൂല, നിങ്ങളങ്ങനെ ചെയ്യില്ല. അപ്പൊ പറഞ്ഞു, വസഫ്വാനു ഖൈറും മിന്നീ വആയിഷത്തും ഖൈറും മിങ്കി. സഫ്വാൻ എന്നേക്കാൾ എത്രയോ ഉന്നതനാണ്, ആയിഷ നിന്നേക്കാൾ എത്രയോ ഉന്നതയാണ്. കണ്ട, ഇതായിരിക്കണം വിശ്വാസികളുടെ വിചാരം എന്ന് പറയുന്നത്. എന്നും കേട്ടത് പേര് നടക്കാം, എന്തും കണ്ടതങ്ങ് പേസ്റ്റ്, എന്നും കേട്ട വർത്താനം മറ്റുള്ള ഏതെങ്കിലും ഗ്രൂപ്പിലെങ്കിലും പേസ്റ്റ് കൊടുക്കുക, അങ്ങനെയല്ല. മറിച്ച് അതിൽ സൽവിചാരം നമ്മുടെ വിശ്വാസികളെ കുറിച്ച് നമ്മൾ വെച്ചു പുലർത്തേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് സംബന്ധമായി ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ ഉസാമ ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ജുഹൈനയിൽ ഒരു വ്യക്തിയെ കൊന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. അതായത് ആ വ്യക്തിയുമായി വാളുമായി പോരാടുന്നിടയിൽ ഉസാമ ഇബ്നു സെയ്ദും മറ്റേ വ്യക്തിയും തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. അപ്പൊ അയാൾ എന്താക്കി, ഉസാമന്റെ ആ വീര്യത്തിന്റെ മുന്നിൽ വാളൊക്കെ എറിഞ്ഞിട്ട് ഒറ്റ ഓട്ടം ഓടിക്കണ്ടു. ഉസാമ പിന്നാലെ പോയിട്ട് എന്താക്കി, അയാളെ പിടികൂടുന്ന സമയത്ത് ആ മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഉസാമ ഒന്നും നോക്കിയില്ല. ഉസാമ വിചാരിച്ചത് ഇയാൾ എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നത്. അയാളങ്ങ് വധിച്ചു കളഞ്ഞു. പക്ഷെ ഈ വാർത്ത കണ്ടവർ എന്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് എത്തിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊന്ന ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വ്യക്തിയെ ഉസാമ കൊന്നിരിക്കുന്നു. അപ്പൊ ഉസാമ ഇബ്നു സെയ്ദിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു വരുത്തി. എന്നിട്ട് ചോദിച്ചു, അഖതൽതു ബഅദ മാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വ്യക്തിയെ താങ്കൾ കൊന്നോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചതാണ്. കൈഫ അൻത ബിലാ ഇലാഹ ഇല്ലല്ലാഹ് യൗമൽ ഖിയാമ, ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് യാ ഉസാമ നീ ഖിയാമത്ത് നാളിൽ എന്താ ചെയ്യാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വ്യക്തി നീ കൊന്നുകളഞ്ഞോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ വ്യക്തി നീ കൊന്നുകളഞ്ഞോ? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ ചെയ്യാ? ഉസാമ പറയാണ്, തമന്നൈതു ലൗ അന്നലി ലം ഉസ്ലിമ ഇല്ലാ ബഅദ ദാലിക്കൽ യൗം, ആ ദിവസത്തിന് ശേഷം ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രമാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശകാരിച്ചു കൊടുത്തു. ആ ദിവസത്തിന് ശേഷം ഞാൻ മുസ്ലിം ആയിരുന്നെങ്കിൽ. സഹോദരന്മാരെ, ചരിത്രത്തിൽ മറ്റൊരു സംഭവം ഇമാം മുസ്ലിമും ബുഖാരി എന്നിവർ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു യമനിലേക്ക് തന്റെ ഗവർണറായി നിയോഗിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽപ സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തയച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തു? ആ സ്വർണ്ണ നാണയം ചിലർക്കൊക്കെ ഇങ്ങനെ വീതം വെക്കാൻ തുടങ്ങി. ഈ രംഗം ചില വ്യക്തികൾക്ക് പിടിച്ചില്ല, ഒരു വ്യക്തിക്ക് പിടിച്ചില്ല. അയാൾ വന്നിട്ട് പറഞ്ഞു, ഉത്തക്കില്ല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക ഉലസ്തു അഹക്ക അഹ്ലൽ അർദി അൻ യത്തക്കില്ല, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഈ ഭൂലോകത്ത് ഞാനല്ല ഏറ്റവും അർഹൻ. നീ എന്തായി പറയുന്നത്? അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അലേ അതിനിപ്പോ ഉണക്കൂ യാ റസൂലല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ബിൻ വലീദ് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനെ ഞാൻ അവന്റെ പിരടിയൊക്കെ വെട്ടട്ടെ? അല്ലാഹുവിനെ സൂക്ഷിച്ചോളൂ, നിങ്ങളോട് അവൻ കൽപ്പിക്കേ, അവന്റെ പിരടി ഞാൻ വെട്ടട്ടെ ചോദിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, ലഅല്ലഹു അയകൂന യുസല്ലി, ചിലപ്പോൾ അയാൾ നിസ്കാരക്കാരനായിരിക്കാം, അയാൾ നിസ്കരിക്കുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ ഖാലിദ് ബിൻ വലീദ് പറയാണ്, വകം മിൻ മുസല്ലി യഖൂലു ബിലിസാനി മാ ലൈസ ബി ഖൽബി, അല്ലാഹുവിന്റെ പ്രവാചകരെ എത്ര ആൾക്കാരുണ്ട് നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ നിസ്കരിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലം ഉമർ അൻ ഖുലൂബിൻ നാസ് വല അശുക്ക ബുതൂനഹും, ജനങ്ങളുടെ ഹൃദയം തുറന്ന് നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ജനങ്ങളുടെ വയറ് കീറി നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല.
സഹോദരന്മാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉത്തമ ഗുണത്തിന്റെ സ്വഭാവം അത് നമ്മുടെ ഈ ജീവിത നിഷ്ഠയിൽ, ദീനീ നിഷ്ഠയിൽ തെളിയേണ്ട ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയെ പറ്റി കേട്ട പെട്ടെന്ന് എടുത്തു ചാടി അഭിപ്രായം പറയാ, എന്തെങ്കിലും കണ്ട അപ്പാട് തന്നെ പേസ്റ്റ് ചെയ്യുക, അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി അതിന്റെ തഫ്സീർ പറഞ്ഞു, വലഖദ് അജ്മഅ കസീറുൻ മിനൽ ഉലമാഇ, പണ്ഡിതന്മാരിൽ ധാരാളം പേർ ഇജ്മായിൽ ഏകോപിച്ചിട്ടുണ്ട്, അല അന്ന വന്ന സയ്യും ലാ യജൂസു ബി അഹ്ലിൽ ഖൈർ, അഹ്ലുൽ ഖൈറിന്റെ ആൾക്കാരെ കുറിച്ച്, തൗഹീദിന്റെ ആൾക്കാരെ കുറിച്ച്, നന്മയുടെ ആൾക്കാരെ കുറിച്ച്, നിസ്കാരക്കാരെ കുറിച്ച്, നമ്മുടെ വക്താക്കളെ കുറിച്ച് മോശമായ ധാരണ അത് അനുവദനീയമല്ല എന്ന കാര്യത്തിൽ അഹ്ലുസ് സുന്ന ഏകോപിച്ചിട്ടുണ്ട്. അക്സറുൽ ഉലമാഇ അലാ അന്നഹും ലാ യജൂസു ലന്നൽ കബീബി അഹ്ലുൽ ഖൈർ വലാ ഖറജ ബിൽ സയ്യി അഹ്ലി സൂഇ വ അഹ്ലിൽ ഫസാദ്. അന്ന് ഫസാദിന്റെ ആൾക്കാരുണ്ടാവും, എപ്പോഴും ഫിത്ന ഉണ്ടാക്കുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ആൾക്കാർ. അവരെ കുറിച്ച് എന്താണ് മോശം വിചാരിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മദീർ എന്റെ കയ്യിലുണ്ടെന്ന് പറയുന്ന ആൾക്കാർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കയ്യിൽ നിറ്റിയ വെള്ളം എന്റെ കയ്യിലുണ്ടെന്ന് ജനങ്ങളെ മുന്നിൽ നിന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അവരെ കുറിച്ച് മോശമായി വിചാരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൽവിചാരം വെച്ച് പുലർത്തുന്ന തൗഹീദിന്റെ അഹ്ലുസ് സുന്നയുടെ ആൾക്കാരെ കുറിച്ച് മോശമായി വിചാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരിക്കലും നമുക്ക് പാടുള്ളതല്ല എന്ന് അഹ്ലുസ് സുന്നയുടെ പണ്ഡിതന്മാർ പറയുകയാണ്. സഹോദരന്മാർ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കലും ബനൂ ജസീം ഗോത്രത്തിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി. ബനൂ ജസീം ഗോത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക്ക് വന്നിരുന്നില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി? ഖാലിദ് ബിൻ വലീദിനെ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. അപ്പൊ ഖാലിദിനെ കണ്ട കൂടനെ അവരെന്താക്കിയെന്നറിയോ? സബൈന എന്ന് പറഞ്ഞു. സബ എന്ന് പറഞ്ഞാൽ സാബി എന്ന് പറഞ്ഞാൽ പുത്തൻവാദി എന്നാണ് അർത്ഥം. പുത്തൻവാദി. അന്ന് അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ ആരോപിച്ചിരുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ പുത്തൻവാദി അയാളെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തൻവാദി എന്നാണ്. അപ്പോൾ അത് സാബിയ എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനായ ഖാലിദ് ബിൻ വലീദിനെ കണ്ടപ്പോ ഈ ബനൂ ജസീല ഗോത്രം പെട്ടെന്ന് പറഞ്ഞു പോയെന്താ? സബൈന എന്ന് പറയാൻ ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്നാണ്. ആ പുത്തൻ മതത്തിലേക്ക് വന്നിരിക്കുന്ന അസലംന എന്നവർ പറയേണ്ടത്. ഞങ്ങൾ ഇതാ വിശ്വാസിയായിരിക്കുന്നു, ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്നായിരുന്നു അവർ പറയേണ്ടിരുന്നത്. പക്ഷെ ആ വാക്ക് അവർക്ക് കിട്ടിയില്ല. അവരെന്താ പറഞ്ഞത്? സബൈന, ഞങ്ങളിതാ ഈ പുത്തൻ മതത്തിലേക്ക് ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഖാലിദ് ഇത് കേട്ടില്ല. അദ്ദേഹം അവരെല്ലാം പിടിച്ചടക്കി കൊണ്ടുവന്നു. കുറെ ആളെ ബന്ധിച്ചു, ചില ആളൊക്കെ വധിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഗതി മനസ്സിലായത്. അവർ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് അവർ ഉപയോഗിച്ച പദം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മനസ്സിലായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചെന്താണ്? അല്ലാഹുമ്മ ഇന്നി അബ്റഉ ഇലൈക മിമ്മാ സന ഖാലിദ്. അല്ലാഹുവേ, ഖാലിദ് ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് ഞാൻ നിരുത്തരവാദിയാണ്. അല്ലാഹുവേ, ഖാലിദ് ചെയ്ത പ്രവൃത്തി ഉണ്ടല്ലോ, അത് എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല, ഞാൻ അതിൽ നിന്ന് നിരുത്തരവാദിയാണ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിനെ പറഞ്ഞില്ല. ഖാലിദ് മോശക്കാരാണെന്ന് പറഞ്ഞില്ല, അതേ ഏറ്റവും നല്ലവനാണ്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് ചെയ്ത പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തനം ശരിയല്ല. അങ്ങനെ ആയിരിക്കണം നമ്മൾ വിശ്വാസികളെ പരസ്പരം വെച്ച് പുലർത്തേണ്ടത്. അദ്ദേഹം അവിടെ അത് പറയേണ്ടായിരുന്നു. അദ്ദേഹം അവിടെ അങ്ങനെ പറയേണ്ടായിരുന്നു. നീ അവിടെ അത് ചെയ്യേണ്ടതായിരുന്നു. നീ ആ സമയത്ത് അത് പറയേണ്ടായിരുന്നു. ഇങ്ങനെയുള്ള വിശ്വാസം വ്യക്തികളെ അടിച്ചാക്ഷേപിക്കുന്ന പ്രവർത്തനമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനം ശരിയല്ല എന്ന രീതിയിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിലേക്ക് ദുആയിരുന്നത്. സഹോദരന്മാരെ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ഒരിക്കൽ രോഗിയായി കിടന്നു. അപ്പോൾ ശിഷ്യൻ റബീ ഇബ്നു സുലൈമാൻ റഹിമഹുല്ലാഹ് ഇമാം ഷാഫിയെ ഇങ്ങനെ സന്ദർശിച്ച കാര്യം ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ ഇമാം ഷാഫി നന്നേ അവശനാണ്. അപ്പോൾ ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഖവ്വല്ലാഹു ലഅഫക്, ഖവ്വല്ലാഹു ലഅഫക് എന്ന് പറഞ്ഞതിന്റെ ശരിയായ വാക്കർത്ഥം നിങ്ങളുടെ ദൗർബല്യം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി കൂട്ടട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ ശിഷ്യൻ എന്താ വിചാരിച്ചത്? നിങ്ങളുടെ ദൗർബല്യം മാറ്റിയിട്ട് നിങ്ങൾ ആരോഗ്യം അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തി കൂട്ടട്ടെ എന്നാണ്. പക്ഷെ പ്രത്യക്ഷത്തിലുള്ള വാക്കെന്താ? ഖവ്വല്ലാഹു ലഅഫക്, നിങ്ങളുടെ ദൗർബല്യം അല്ലാഹു ശക്തി കൂട്ടട്ടെ. അത് കേട്ട് ഇമാം ഷാഫി പറഞ്ഞു, യാ റബീ ലൗ ഖവ്വല്ലാഹു ലഅഫി ലഖതലനി, അല്ലാഹു അങ്ങാനും എൻ്റെ ഈ ദൗർബല്യത്തിന് ശക്തി കൂട്ടിയാൽ ഞാനങ്ങ് മരിച്ചു പോകില്ലേ, നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോ ഇമാം ഷാഫിനോട് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹു ഇമാമേ, ഞാൻ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളുടെ രോഗം മാറട്ടെ എന്ന് മാത്രമാണ്. അപ്പൊ ഇമാം ഷാഫി പറയുന്നുണ്ട്, വല്ലാഹി
യാ റബി വല്ലദി ലാ ഇലാഹ ഇല്ലാഹു ലൗ ശതബ്തനി ലഅലിംതു വതകൈകതു അന്നക ലൻ തുക്സിദ് ദാലിക. റബി, നിങ്ങൾ എന്നെ പച്ചയായി ചീത്ത വിളിച്ചാലും ഞാൻ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒരിക്കലും എന്നെ ചീത്ത വിളിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് നിങ്ങളുടെ വാക്കിൽ നിന്ന് വാക്ക് അവിടെ വന്ന നാക്കുപിഴവയാണ് എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുകയുള്ളൂ. നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ഞാൻ മോശം വിചാരിക്കുന്നവനല്ല എന്ന് ഇമാം ഷാഫി പൊതുവെച്ചായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, എന്ത് വിഷയങ്ങളുണ്ടായാലും സത്യവിശ്വാസികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു പുലർത്തേണ്ട മര്യാദ എന്ന് പറഞ്ഞാൽ അത് ഹുസ്നുൽ തന്നെ ആയിരിക്കണം, മോശമായ വിചാരിയായിരിക്കരുത് എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. ഇപ്പൊ ഇമാം അബ്ദുല്ലാഹി ഇബ്നു ഉമർ പ്രഗൽഭ സഹാബിയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹത്തിന് യുദ്ധത്തിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ അടിമകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് അടിമകൾ ആരെങ്കിലും ഇങ്ങനെ നിസ്കരിക്കുന്നത് കണ്ടാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയും, പോട് നിങ്ങൾ സ്വതന്ത്രനാണ്, പോട്, മുസ്ലിം അല്ലേ? മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്, ഞാൻ നിസ്കരിച്ചു, ഓക്കെ, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇത് പതിവാക്കിയപ്പോൾ ചിലർ വന്നിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ നിസ്കരിക്കുന്ന കേട്ടോ. അവർ യഥാർത്ഥ വിശ്വാസികളൊന്നല്ല. നിങ്ങളുടെ സ്വഭാവം അവർക്ക് അറിയാം. നിങ്ങളുടെ മുന്നിൽ നിന്ന് നിസ്കരിച്ചാൽ നിങ്ങൾ വിടുമെന്നറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി അവർ നിസ്കരിക്കുന്നത്. അവർ വിശ്വാസികളല്ല എന്ന് പറഞ്ഞപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ ഖദഅനാ ഫില്ലാഹി ഇൻ ഖദഅനാ ലഹു. അള്ളാഹുവിന്റെ മാർഗത്തിൽ വല്ലവനും നമ്മെ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ആ വഞ്ചനയിൽ നാം അകപ്പെട്ടോട്ടെ. കണ്ട എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യക്ഷത്തിലുള്ള പ്രവർത്തനം ഉണ്ടല്ലോ, ആ പ്രവർത്തനമാണ് എന്നെ അവരെക്കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തുന്നത്. ഇനി ആരെങ്കിലും എന്നെ പറ്റിക്കാനാണോ അങ്ങനെ നാട്യം നടത്തുന്നെങ്കിൽ ആ നാട്യത്തിൽ ഞാൻ പെട്ടോട്ടെ, സാരില്ല. കാരണം എന്താണ്? ഞാൻ അവരെ കുറിച്ച് ഇസ്ലാമിക അദാലത്ത് പ്രകടമാക്കുന്നവരെ കുറിച്ച് എന്നിൽ നിന്നൊരിക്കലും മോശം വിചാരം ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, യാ മാശറ മൻ ആമന ബിലിസാനി, ഈ നാവ് കൊണ്ട് ഈമാൻ പ്രഖ്യാപിച്ചവരെ, വലം യദ്ഖുലുൽ ഈമാനു ഖൽബഹു, ഹൃദയത്തിൽ ഈമാൻ പ്രവേശിച്ചിട്ടില്ലാത്തവരെ, ലാ തഗ്താബുൽ മുസ്ലിമീൻ, മുസ്ലിമുകളുടെ കുറവുകളുടെ പിന്നാലെ നിങ്ങൾ പോകരുത്. മുസ്ലിങ്ങളുടെ കുറവുകളുടെ പിന്നാലെ പോവുക. ഇപ്പൊ ഭാര്യക്ക് എന്തെങ്കിലും ന്യൂനത ഉണ്ടാവും, ഭർത്താവിന് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടാവും, അതിന്റെ പിന്നാലെ പോവുക. മക്കളുടെ കുറവിന്റെ പിന്നാലെ പോവുക. അയൽവാസികളുടെ എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും, അതിന്റെ പിന്നാലെ പോവുക. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്ക് എപ്പോഴും കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കുറവുകളും ന്യൂനതകളും ഉണ്ടാവും, അതിനെക്കുറിച്ച് എപ്പോഴും ഓനെ വിശ്വസിക്കാൻ പറ്റില്ല, ഓൻ ശരിയില്ലേ, ഓൻ മറ്റൊരാണ്, ഓ ഇവനാണ്, അതിന്റെ പിന്നാലെ പോവുക. അങ്ങനെ പോയാൽ നിങ്ങൾ മറ്റുള്ളവരുടെ കുറവുകളുടെ പിന്നാലെ പോയാൽ അള്ളാഹു നിങ്ങളുടെ കുറവിനെ ഫോളോ ചെയ്യും. അള്ളാഹു നിങ്ങളുടെ കുറവുകളുടെ പിന്നാലുണ്ടാവും എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുറവിനെ അള്ളാഹു പിന്തുടർന്നാൽ എന്താണ് നമ്മുടെ അവസ്ഥ? ഇരുട്ടിന്റെ മറവിൽ അള്ളാഹു നമ്മുടെ എത്ര കുറവുകളെ മറച്ചിട്ടുണ്ട്. നമ്മൾ തനിച്ചായ അവസ്ഥയിൽ നമ്മുടെ എത്ര കുറവുകളെ അള്ളാഹു പുറം ലോകം എത്തിക്കാതെ മറച്ചു വെച്ചിട്ടുണ്ട്. ആൾക്കൂട്ടത്തിൽ ചെയ്യാൻ വിസമിക്കുന്ന പലരും ആളുകൾ ഒഴിഞ്ഞപ്പോൾ പ്രാവർത്തികമാക്കിയവരായിരിക്കും നമ്മളുണ്ടാകുക. ആളുകൾ അത് കണ്ടിട്ടുണ്ടാവില്ല, ഭാര്യ കണ്ടിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഭർത്താവ് കണ്ടിട്ടുണ്ടാവില്ല, മക്കൾ അറിയുണ്ടാവും, മക്കൾക്കറിയില്ല. പക്ഷേ മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അത് കണ്ടിട്ടുണ്ട്. അപ്പൊ അള്ളാഹു അതിൽ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, അത് അള്ളാഹു എടുത്തെറിഞ്ഞാൽ, അത് പരസ്യപ്പെടുത്തിയാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകളുടെ പിന്നാലെ വന്നാൽ വമൻ യത്തബി ഔറത്തു യഫ്ലഹു ഫീ ബൈതിഹി, അല്ലാഹു വല്ലവന്റെ കുറവിനെ പിന്തുടർന്നാൽ അവൻ അവന്റെ വീട്ടിന്റെ അകത്തളത്തിലായും അവനെ വഷളാക്കും എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, അതുകൊണ്ടാണ് ഇപ്പൊ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു ഖുത്ബ ഇമാം ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം എടുത്തു കൊടുത്തായി കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനമാനങ്ങൾ വിവരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അതുപോലെ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താ അറിയോ? അദ്ദേഹം ഒരിക്കൽ ഖുത്ബ നടത്തിയ ജനങ്ങളെ വിളിച്ച്, അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമുക്കിടയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ടായിരിക്കെ നിങ്ങളെല്ലാവരും
നമുക്കറിയാമായിരുന്നു. ജനങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്കിടയിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ എല്ലാവരും നമുക്കറിയാമായിരുന്നു. വഹി ഇറങ്ങുന്നു, അള്ളാഹു ജനങ്ങളുടെ വൃത്താന്തം പറയുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്കുടെ അവസ്ഥ എന്ന് നമുക്കറിയാമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയതൊക്കെ കൂടി വഹിയാണ് നിന്നു. ഇനി നിങ്ങൾ എന്താണ് പറയുന്നത് എന്നതിലൂടെ മാത്രമേ നിങ്ങളുടെ അവസ്ഥ എനിക്കറിയുകയുള്ളൂ. കാരണം ഇപ്പൊ വഹിയില്ല. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ നല്ലത് ചെയ്താൽ ഞാൻ എന്താ അവരെ പറ്റി വിചാരിക്കുക? ഓ, നല്ലവനാണെന്ന് വിചാരിക്കും. ഞാൻ ഓനെ ഇഷ്ടപ്പെടും. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും തിന്മ ചെയ്താൽ ഞാൻ എന്താ വിചാരിക്കുക? ഓ, തിന്മ ചെയ്ത ആളാണെന്ന് വിചാരിക്കും. ഞാൻ അവന്റെ മേൽ കോപിക്കും, ദേഷ്യപ്പെടും. എനിക്കും നിങ്ങൾക്കും ഉള്ള രഹസ്യം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അടുക്കലാണ്. എനിക്ക് നിങ്ങൾ ഉള്ളിൽ തോണ്ടി നോക്കാനോ ചുരുന്ന് നോക്കാനോ എനിക്കറിയില്ല. നിങ്ങൾ പ്രത്യക്ഷത്തിൽ എന്താണ് കാണുന്നത് അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യുക എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നി ലം ഉമർ അൻ ഉനക്കിബ അൻ ഖുലൂബിൻ നാസ് വലാ അശക്ക ബുത്തൂനു. ജനങ്ങളുടെ ഹൃദയം തുറന്ന് നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടില്ല, ജനങ്ങളുടെ വയറ് കീറി നോക്കാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസികളെ കുറിച്ച്, വിശ്വാസികളെ കുറിച്ച് നമ്മൾ എപ്പോഴും വെച്ച് പുലർത്തേണ്ടത് സൽവിചാരമായിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ, ഏ വിശ്വാസികളെ, ഇജ്തനിബു കസീറൻ മിനൽ വൻ, നിങ്ങൾ അധിക പേരും ഊഹങ്ങളിൽ അധികവും വർജിക്കണം. ഇന്ന ബഅദൽ വൻ ഇസ്മ, ഊഹങ്ങളിൽ ചിലത് എന്താണ്? പാപാണ്. നിങ്ങൾ ചാരവൃത്തി നടത്തരുത്, നിങ്ങൾ ചിലരെ കുറിച്ച് ഗീബത്ത് പറയും എന്ന് പറഞ്ഞാൽ ഊഹം എന്താക്കും? അത് ചാരവൃത്തിക്ക് കാരണമാകും, അത് ഗീബത്തിന് കാരണമാകും, അത് പരദൂഷണത്തിന് കാരണമാകും, അത് മറ്റുള്ളവരെ കുറ്റി പറയാൻ വേണ്ടി കാരണമാകും, ഇല്ലാത്തത് പറയാൻ വേണ്ടി കാരണമാകും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ ശക്തമായി നമുക്ക് നിരോധിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശ്വാസികൾ അടിസ്ഥാനപരമായി വെച്ച് പുലർത്തേണ്ട വിശ്വാസമാണ് സത്യവിശ്വാസികളെ കുറിച്ച് സൽവിചാരം വെച്ച് പുലർത്തുക എന്നത്. അത് ഭാര്യമാരാവാം, ഭർത്താക്കന്മാരാവാം, മക്കളാവാം, ഇടപാടുകാരാവാം, അവരെ കുറിച്ചൊക്കെ സൽവിചാരം വെച്ച് പുലർത്തുക. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെവരെയും ആക്കി തീർക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ വിശ്വാസം നേരെ ചൊവ്വയാക്കുക, തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക, അവന്റെ കിതാബിനെ കുറിച്ച് പഠിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ജനങ്ങൾക്ക് ദഅവത്ത് ചെയ്തത്, അതിന്റെ അടിസ്ഥാന തത്വം എന്താണ് എന്നതിനെ കുറിച്ച് പഠിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച വിദഅത്തുകളെ കുറിച്ച് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ച് വന്നുകൊണ്ടിരിക്കുന്നു, പല രൂപത്തിലും വന്നുകൊണ്ടേയിരിക്കും. അത് പരിപൂർണമായി ഉപേക്ഷിച്ചുകൊണ്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളെ ഇഷ്ടപ്പെടുക, പലിശ ഒഴിവാക്കുക. നമുക്ക് അത്യാവശ്യം വരുന്ന സന്ദർഭത്തിലും പലിശ ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ജീവിതം തിരഞ്ഞെടുത്താൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. സംഗീതം, സിനിമ, മ്യൂസിക്, ടൂറുകൾ, കണ്ടമാനം അവിടെ പോവുക, ഇവിടെ പോവുക, അവിടെ പോവുക, ദൂർത്തുകൾ, പൊങ്ങച്ചങ്ങൾ, അതുപോലെ തന്നെയുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും വേദന സംഹാരികളെ ആശ്രയിച്ച് കഴിയേണ്ടിരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവക്ഷമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ, അല്ലാഹുവേ, എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഒരു നീ കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളെ മാതാപിതാക്കളിൽ നമ്മളാൽ ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, മരണസമയത്ത് ഏത് സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സത്യവിശ്വാസികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് മരിക്കേണ്ടി വരുന്ന, ഇസ്ലാമിക വൃത്തത്തിൽ നിന്നും വ്യതിചലിച്ച് മരിക്കേണ്ടി വരുന്ന ദുര്യോഗമായ അവസ്ഥകൾ അല്ലാഹു എന്നിവയെ തൊട്ട് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണമേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.